വെൽക്കം ബാക്ക് എവ്രി വൺ. അപ്പോൾ ഇത് നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. പിന്നെ ഇന്ന് തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ, അതുകൊണ്ട് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേയും കൂടിയാണിന്ന്. ആ കാണുന്ന മൗണ്ടൈൻ്റെ മുകളിലുള്ള ബ്ലാക്ക് സർക്കിൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടാണ്. ഇത് നമ്മൾ താമസിച്ചിരുന്ന ഹോബാർട്ട് സിറ്റിയിൽ നിന്നും ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവാണുള്ളത്. ഈ കാണുന്നത് നമ്മൾ പോകുന്ന വഴിക്കുള്ള ചെറിയ കാഴ്ചകളൊക്കെയാണ്. ഏകദേശം നമ്മൾ നമ്മുടെ പ്ലേസിലെത്താറായി. ഇതൊരു ലുക്ക് ഔട്ട് പോയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലമാണ് മൗണ്ട് വെല്ലിംഗ്ടൺ. മൗണ്ട് വെല്ലിംഗ്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഹോബാർട്ട് സിറ്റിയുടെ ഒരു ഫുൾ വ്യൂ ആണ് ഇവിടെ നിന്നാൽ കിട്ടുന്നത്. ഈ കാണുന്നത് ചെറിയൊരു ഒബ്സർവേറ്ററി പോലെയുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇവിടെ ഫുൾ ഗ്ലാസ് വാൾസ് ആണ് ഉള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഫുൾ പ്ലേസിൻ്റെ ഒരു പാനറോമിക് വ്യൂ ആണ് കാണാൻ പറ്റിയത്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഇവിടെ ചെറിയ വാക്ക് വേ ഒക്കെ ഉണ്ട്. നമുക്ക് ഇറങ്ങി ചെന്ന് താഴെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പിന്നെ ആ വ്യൂ ആസ്വദിക്കാനുമുള്ള വളരെ ഒരു സേഫായിട്ടുള്ള ഒരു പ്ലേസും കൂടിയായിരുന്നു ഇത്. ഒരുപാട് ടൂറിസ്റ്റുകളും പിന്നെ അതുപോലെ തന്നെ ലോക്കലായിട്ടുള്ള ആൾക്കാർ ഇവിടെ എന്നും വരാറുള്ള ഒരു ഏരിയയും കൂടിയാണ്. പിന്നെ അന്ന് രാവിലെ കുറച്ച് മഴയുള്ളത് കൊണ്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് നടക്കാനും ഹൈക്ക് ചെയ്യാനും പറ്റിയ നല്ലൊരു കാലാവസ്ഥയായിരുന്നു നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും. പിന്നെ എൻ്റെ മുന്നിലേക്ക് കാണുന്ന സ്ഥലമാണ് ഞാൻ നിങ്ങളോട് നേരത്തെ ഒന്ന് ഓർത്ത് വയ്ക്കാൻ പറഞ്ഞത്. ഈ കാണുന്ന ടവർ ഇവിടുത്തെ ബ്രോഡ്കാസ്റ്റിങ്ങിനും അതുപോലെ തന്നെ വൈഫൈ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ടവറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോബാർട്ട് സിറ്റിയിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഈ ടവർ കാണാൻ പറ്റും കേട്ടോ. അത് വളരെ സ്പെഷ്യലായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. പിന്നെ ടാസ്മാനിയയിൽ വന്നപ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഹൈക്ക് ചെയ്യാനും നടക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ഒരു പ്ലേസും കൂടിയാണ്. ഇവിടെ തന്നെ നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും നടന്നു പോയി ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റി. നല്ല സേഫായിട്ടുള്ള ഒരു ഏരിയ കൂടിയായിരുന്നു ഇവിടെ. ഇവിടെ നമ്മൾ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇനി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനോട്ട് പോവും. നമ്മൾ ഹോബാർട്ട് സിറ്റി വിട്ടിട്ട് ഇവിടെ ടാസ്മാനിയയിലുള്ള വേറൊരു സിറ്റിയിലേക്കാണ് അടുത്തതായി പോകുന്നത്. എൻ്റെ ഒരു ഡാൻസോട് കൂടി ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാവരെയും കാണുന്നത് വരേക്കും ബൈ.